വഖഫ് ബിൽ മുനമ്പത്തുകാർക്ക് ഗുണകരമാകുമെന്ന സുരേഷ് ഗോപിയുടെ പ്രതികരണം. ഈ മാറിയ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ത് നടപടി വരുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോളൂ. ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നാണ് മിനിസ്റ്റർ ഉറപ്പുകൊടുക്കുന്നത്. പിന്നെയും ഇതിങ്ങനെ ചോദിച്ചോണ്ടിരുന്നല്ലെങ്കിൽ ഇതൊരു സ്ഥിരം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. മുനമ്പത്തെ ജനങ്ങൾക്കും ഈ മാറ്റം കൊണ്ട് ഗുണമാണ്. ശരി, എന്തായാലും ഈ ബിൽ പാസ്സാക്കുമ്പോൾ പാർലമെന്റ് കടക്കുമ്പോൾ മുനമ്പത്തുകാർ വലിയ പ്രതീക്ഷയിലാണ്. അവർക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഉറപ്പുകൾ അല്ലെങ്കിൽ ഇത്തരം പരാമർശങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇന്നലെ രാത്രി വലിയ ആഘോഷത്തോടെയാണ് അവർ ഈ പാർലമെന്റിൽ രാജ്യസഭയിൽ കൂടി ഈ ബിൽ പാസ്സാക്കിയതിനെ ഏറ്റെടുത്തത്. BJPക്ക് അഭിവാദ്യം അർപ്പിച്ച് ആഹ്ലാദ പ്രകടനവും ഇന്നലെ ഏറെ വൈകി നടന്നു. അവകാശങ്ങൾ പുനഃസ്ഥാപിക്കും വരെ സമരം തുടരാനാണ് മുനമ്പത്തുകാരുടെ തീരുമാനം. ഡാനി പോൾ മുനമ്പത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നു. ഡാനി, ഈ മുദ്രാവാക്യങ്ങളും ഈ ആഹ്ലാദ പ്രകടനങ്ങളും ഒക്കെ അല്പം കൗതുകമുണ്ടാക്കുന്നതാണ്. ഒരുപക്ഷെ ഈ വഖഫ് ബിൽ പാസ്സാവുമ്പോൾ അതിന്റെ ഗുണം മുനമ്പത്തുകാർക്കുണ്ടാകുമെന്ന് പലതരത്തിൽ പല പരാമർശങ്ങൾ നമ്മൾ 2 ദിവസങ്ങളിലായി കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വന്നിറങ്ങുമ്പോഴും അദ്ദേഹവും പറയുന്നു ഇതിന്റെ ഗുണമുണ്ടാവും. മുനമ്പത്തുകാർ പൂർണ്ണമായും പ്രതീക്ഷിക്കുന്നത് തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ ഈ ബിൽ കൊണ്ട് സാധിക്കുമെന്നതാണോ? അതിന്റെ ഒരു സൂചനയാണോ BJPക്ക് അനുകൂലമായി മുദ്രാവാക്യങ്ങൾ ഈ സമരസമിതിയുടെ ഭാഗത്തുനിന്ന് സമരക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്? ശ്രീജ, ഇന്നലെ പുലർച്ചെയാണ് ഇവിടെ ആഹ്ലാദ പ്രകടനങ്ങളും കാര്യങ്ങളും എല്ലാം നടന്നത്. ഇന്ന് രാവിലെ ആവുമ്പോഴേക്കും തന്നെ സമരപന്തൽ സജീവമായിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതൊരു പുതിയ സൂചനകളും എല്ലാം തന്നെയാണ് ഈ മുനമ്പം വിഷയം നൽകുന്നത്. അത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ധ്രുവീകരണം മുനമ്പത്ത് തന്നെ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടാക്കുമോ എന്ന പല ചിന്തകളും ഉയരുന്നുണ്ട്, പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. ഏതായാലും ശ്രീജ ചോദിച്ചതുപോലെ ഇന്നലെ മുദ്രാവാക്യങ്ങൾ ഇവിടെ ഉയർന്നു കേൾക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുമുണ്ട്. ഇതിൽ കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നതിന് BJPക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു വിശ്വാസം മുനമ്പത്തെ ഒരു ഭാഗം പേർക്കെങ്കിലും ഉണ്ട്. കാരണം മറ്റുള്ളവരുടേത് വാഗ്ദാനങ്ങളും കാര്യങ്ങളും മാത്രമാകുമ്പോൾ BJPക്ക് അതിൽ വലിയ രീതിയിൽ തന്നെ അത് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനടക്കം അവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. സമരപന്തലിലേക്ക് തന്നെ വരുമ്പോഴേക്കും അതിൻ്റെ നേരിട്ടുള്ള ഒരു പ്രതിഫലനങ്ങളടക്കം നമുക്ക് കാണുകയും ചെയ്യാം. കാരണം ഇവിടെ നേരിട്ട് തന്നെയും അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിക്ക് തന്നെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്, സുരേഷ് ഗോപിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് താങ്ക് യു സാർ എന്ന് എഴുതിക്കൊണ്ട് ആ കാര്യങ്ങൾ അദ്ദേഹം ഉറപ്പ് നൽകിയ കാര്യങ്ങൾ ഇവിടെ പാലിക്കപ്പെട്ടു എന്ന രീതിയിലടക്കമുള്ള ആളുകൾ പറയുകയും എല്ലാം തന്നെ ചെയ്യുന്നു. ഏതായാലും ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടേക്ക് മുദ്രാവാക്യങ്ങളും അടക്കം മുഴക്കി ജാഥ നടത്തുകയും എല്ലാം തന്നെ ചെയ്തു. മുനമ്പം വിഷയത്തിൽ ഇപ്പോൾ വഖഫ് ബില്ല് പാസ്സായിരിക്കുന്നു. ഇത് ഒരു വലിയ പരിധിവരെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്ന രീതിയിൽ തന്നെ കരുതുന്നു. തീർച്ചയായിട്ടും ഇത് മുനമ്പം ജനതയുടെ 75% പ്രശ്നങ്ങളും പരിഹരിച്ചിട്ടുണ്ട് ഈ വഖഫ് നിയമ ഭേദഗതി ബിൽ. ഈ ഒരു ദിവസത്തിനാണ് ഞങ്ങൾ കാത്തിരുന്നത്. മുനമ്പം ജനതയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്വാതന്ത്ര്യത്തിന്റെ ദിനം കൂടിയാണ്. ഇനിയിപ്പോൾ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ ഞങ്ങൾ പറയുന്നത് മുനമ്പത്തേക്കാൾ ഭാരതം രക്ഷപ്പെട്ടു, അങ്ങനെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. അപ്പോൾ ഇതിൽ ഞങ്ങളോടൊപ്പം നിന്ന ഭാരതത്തെ സ്നേഹിക്കുന്ന ഓരോ ജനങ്ങൾക്കും, ഓരോ ഇന്ത്യൻ പൗരനും മുനമ്പം ജനതയുടെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ സമയത്ത്.
8 മുദ്രാവാക്യങ്ങൾ ഒരുപക്ഷെ തന്നെയായിരിക്കും വിളിച്ചിരിക്കുന്നത്. BJPക്കും എല്ലാം തന്നെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ കൂടുതലൊരു ആത്മാർത്ഥമായി ഇടപെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലെല്ലാം അടയാളപ്പെടുത്താൻ കഴിയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ആദ്യമൊക്കെ നമ്മുടെ സമരം തുടങ്ങിയ ആദ്യ ദിവസം തുടങ്ങിയ BJP നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അന്നേരത്ത് ഞങ്ങൾ ആരും തന്നെ അത്ര വലിയതായിട്ട് ഗവനിച്ചില്ല. പക്ഷേ നമ്മുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രതിനിധികൾ, അതായത് നമ്മൾ വോട്ട് ചെയ്ത രാഷ്ട്രീയ പ്രതിനിധികളടക്കം നമ്മളെ തള്ളിപ്പറഞ്ഞപ്പോൾ ഇപ്പൊ പാർലമെന്റ് സമ്മേളനങ്ങളായിരുന്നു നമ്മളൊക്കെ കണ്ടതാണ്. അവിടെ നമ്മൾക്ക് വേണ്ടി സംസാരിച്ചത് ആരാണ്? നമ്മളെ അറിയാത്ത, നമ്മൾ കാണാത്ത കിരൺ റിജു വരെ നമ്മൾക്ക് വേണ്ടി അവിടെ സംസാരിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും BJP ഒരു വാക്ക് പറഞ്ഞിരുന്നു. ആ വാക്ക് മുനമ്പം ജനതയോട് പാലിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി വിളിച്ചു തന്നെ കരുതുന്നത്? തീർച്ചയായിട്ടും സുരേഷ് ഗോപി വിളിച്ചിരുന്നു. ഇന്നലെ പാർലമെന്റ് സമ്മേളനത്തിന്റെ സമയത്ത് സാർ വിളിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞ മുനമ്പം സമരത്തിന് ഒരു മൈലേജ് കിട്ടിയത് സാർ വന്നതോടെയാ. മീഡിയ വന്നത്, എല്ലാവരും മീഡിയ വന്നത് പോലും സാർ വന്നതോടെയാ. അപ്പൊ അതുകൊണ്ട് തന്നെ സാറിനൊരു വലിയൊരു പങ്കുണ്ട്. പിന്നെ പാർലമെന്റിൽ ഇന്നലെ സാർ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സാറ് തൃശ്ശൂരിൽ നിന്ന് ജയിച്ചപ്പോൾ ഞങ്ങളൊക്കെ ഫേസ്ബുക്കിൽ വായിച്ചൊരു കാര്യമാണ്, തൃശ്ശൂരിൽ നിന്ന് ഞാൻ ജയിച്ചെങ്കിലും ഞാൻ തൃശ്ശൂരിന്റെ MP ആയിരിക്കില്ല, ഞാൻ ഈ കേരളത്തിലെ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന ഒരു MP ആയിരിക്കും എന്നൊക്കെ ഞങ്ങൾ അന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് സാർ എഴുതിയത് ഇന്ന് പ്രാവർത്തികമായിരിക്കുകയാണ് ഭാരതത്തിൽ. തീർച്ചയായിട്ടും സാർ മിക്കവാറും നാളെ ഉണ്ടാവുമായിരിക്കും. ഡാനി, ഒരു സംശയം കൂടി. പ്രതിപക്ഷ നേതാവും മന്ത്രി രാജീവും ഒക്കെ പറയുന്നത് ഇത് മുൻകാല പ്രാബല്യം ഇല്ലാത്തതിനാൽ ഇത് ഒരു തരത്തിൽ ഇവർക്ക് ഗുണം ചെയ്യില്ല, അങ്ങനെ ഒരു സന്ദേഹം അവർക്കില്ലേ? അതുകൂടി ഒന്ന് അവരോട് ചോദിച്ചാൽ ഒരുപക്ഷെ നന്നായിരിക്കും തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദാംശങ്ങളിലേക്ക് അവർ കടന്നു വരുന്നതേയുള്ളൂ. കാരണം ഇതിൽ അത്തരത്തിലുള്ളൊരു ആശങ്കകളോ കാര്യങ്ങളോ നിലവിൽ ആ രീതിയിലേക്ക് അവർക്ക്, കാരണം അതിൻ്റെ ഒരു വിശദാംശങ്ങൾ ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നതേയുള്ളൂ. ഒരിക്കൽ കൂടി അവരിലേക്ക് തന്നെ പോകാം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രഖ്യാപനങ്ങൾ വരുന്നത് ഇതിന് മുൻകാല പ്രാബല്യം ഉണ്ടാവില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തെങ്കിലും രീതിയിലുള്ളൊരു വിശദാംശങ്ങൾ അത് സംബന്ധിച്ച് അറിയാൻ കഴിഞ്ഞിരുന്നു? കാരണം ഇന്നലെ പ്രതിപക്ഷ നേതാവ് അത് പറയുകയുണ്ടായി, അത്തരം കാര്യങ്ങൾ പറയുകയുണ്ടായി, ഹൈബീഡൻ അത് പറയുകയുണ്ടായി. എന്തെങ്കിലും കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരുന്നു? ഞങ്ങൾ പല വീഡിയോസും ഞങ്ങൾ കണ്ടിരുന്നു. ഈ വഖഫ് നിയമ ഭേദഗതി ബിൽ വന്നേ പിന്നെ അതിക്ക് മുൻപേ തന്നെ ഇവരൊക്കെ പറയുന്നത് മുനമ്പം വിഷയവും ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ടായി. എന്തായാലും അതിൽ ഡാനിയിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ തേടാം. ചെറിയൊരു സാങ്കേതിക പ്രശ്നം. എന്തായാലും ഈ വിഷയത്തിൽ മുനമ്പം ജനത ഒന്നും തമ്മിൽ ബന്ധമില്ല, മുൻകാല പ്രാബല്യമില്ല. ഞങ്ങളൊന്നും മണ്ടന്മാരല്ല. പണ്ടത്തെ മത്സ്യത്തൊഴിലാളികളൊക്കെ അക്ഷര വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നു. പക്ഷെ അവരുടെ മക്കളൊക്കെ വിദ്യാഭ്യാസമുള്ളവരാ. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കയ്യിൽ കിട്ടിയിരിക്കുന്ന എല്ലാ കോപ്പീസും ഞങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുന്നവർ ഇതിന് മുൻകാല പ്രാബല്യമില്ല, ഈ ബില്ല് വന്നാൽ മുനമ്പം രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ടോ? ഇതൊക്കെയാണ് ഞങ്ങളുടെ MP അവിടെ ചോദിച്ചേക്കുന്നത്. പാർലമെന്റ് ജഡ്ജി ഞങ്ങൾ കേട്ടതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു കാര്യമേ പറയാനുള്ളൂ, ഇവർ പഠിച്ചിട്ടില്ല. വഖഫ് നിയമം എന്താണെന്നോ പുതിയ ഭേദഗതി എന്താണെന്നോ ഇവർ പഠിച്ചിട്ടില്ല എന്ന് തന്നെ ഞങ്ങൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, ഇവർക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾ അവർക്ക് വഖഫ് നിയമത്തെക്കുറിച്ചും പുതിയ ഭേദഗതിയെക്കുറിച്ചും ക്ലാസ് എടുത്തു കൊടുക്കും. കാരണം ഞങ്ങൾ അത്രയ്ക്ക് വളർന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരാശങ്കയില്ല. ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. പ്രതിപക്ഷ നേതാവും MP എല്ലാം കുറച്ചുകൂടി ഈ നിയമത്തെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാകണമെന്നാണ്. തയ്യാറാകണം. കാരണം ഞങ്ങളുടെ റിലേ നിരാഹാര സമരം തുടങ്ങി 52ാമത്തെ ദിവസമാണ് ഞങ്ങളുടെ MP ഞങ്ങളെ കാണാൻ വരുന്നത്. 52ാമത്തെ ദിവസം. എന്നാൽ ഒരു കേന്ദ്രമന്ത്രി വന്നതോ 30 ദിവസം കഴിഞ്ഞപ്പോൾ കേന്ദ്രമന്ത്രി ഇവിടെ എത്തി. അപ്പോൾ ഞങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടില്ല. നമ്മുടെ MP എപ്പോഴും പറയുന്നത് എന്റെ ഭാര്യ ഇതിനെക്കുറിച്ച് ഗാഢമായി പഠിക്കുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ദിവസവും ഇതിനെക്കുറിച്ച് സംഭാഷണമാണ്, സംസാരമാണെന്നൊക്കെ പറയുമ്പോഴും ഞാൻ പറയുന്ന ഒരു ദിവസം ഒന്ന് തയ്യാറാകണം അതേക്കുറിച്ച് പഠിക്കാൻ. പഠിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ ഞങ്ങളുടെ സ്റ്റാലിൻ സാർ, ജോഷിയച്ചൻ ഇവരൊക്കെ വിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഞങ്ങളുടെ നിയമ ഭേദഗതിയെ കുറിച്ച്. വായിക്കാൻ നേരമില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് എവിടെയെങ്കിലും ഒരു യാത്ര പോകുമ്പോൾ ഒന്ന് കാണുന്നതായിരിക്കും. പ്രതിപക്ഷ നേതാവായാലും MP ആയാലും ആരായാലും. ശ്രീജ കൃത്യമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. കാരണം ഈ രീതിയിൽ മറ്റ് ആശങ്കകൾ അവർക്കില്ല എന്ന് പറയുന്നു. മറിച്ച് പ്രചരിപ്പിക്കുന്നവർക്ക് കൃത്യമായ രീതിയിൽ ഇതിനെക്കുറിച്ച് ഒരു ധാരണയിലേക്ക് പോകാത്തത് കൊണ്ടാണ്. ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ് അവരുടെ വാക്കുകൾ നമ്മൾ കേട്ടു. ഇനി വിശകലനത്തിലേക്ക് പോയാൽ ഈ മുനമ്പം സമരസമിതി ഒന്നാകെ BJPക്കൊപ്പം നിൽക്കുകയാണ്. ഇനി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക്, അതിപ്പോൾ കേരളത്തിലെ ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും, അവർക്ക് അവിടെ ഒരു ഇടമില്ലാത്ത തരത്തിൽ അവർ BJPക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു. അവർക്കൊപ്പം നിന്നത് BJPയാണ്, BJPക്കൊപ്പം അവരും നിൽക്കും. ആ തീരുമാനത്തിലേക്ക് പോകുകയാണ് എന്ന് വേണ്ടേ അവരുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ?
ഏതാണ്ട് കാരണം അതിൽ പല രീതിയിലുള്ള രാഷ്ട്രീയങ്ങളുണ്ട്, പലരെയും അവർ പ്രതിദാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മുഴുവൻ പേരുടെയും ഒരുപക്ഷെ ഒരു ആശയം എന്ന രീതിയിലേക്ക് നമുക്കതിന് ക്രോഡീകരിക്കാൻ കഴിയുന്നില്ല. കാരണം അതൊരു പൊതുചിന്തയിലേക്ക്, കാരണം കുറച്ചു പേരെങ്കിലും ആ രീതിയിലേക്ക് ചിന്തിക്കുന്നത് അടക്കമുണ്ട്. ഒരാളിലേക്ക് കൂടി നമുക്ക് ചെല്ലാം. നമ്മുടെ പള്ളി വികാരി അദ്ദേഹം ഇവിടെ ഈ സമരം 175 ദിവസത്തിലേക്ക് എത്തുന്ന സമരത്തിൽ നെടുനായകത്വം വഹിച്ച ആൾ കൂടിയാണ്. അദ്ദേഹത്തിലേക്ക് കൂടി പോകാം. വഖഫ് നിയമം എന്നത്, അതിന്റെ ഭേദഗതി എന്നത് യാഥാർത്ഥ്യമായിരിക്കുന്നു. എന്താണ് ഈ അവസരത്തിൽ പ്രതികരിക്കുന്നത്? ഭേദഗതി ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് 174-ാം ദിനത്തിൽ ഞങ്ങൾ പ്രവേശിക്കുകയാണ്. ഏതായാലും ഞങ്ങളുടെ സമരം ഇപ്പോൾ നിർത്തുന്നില്ല, സമരം നീണ്ടു തന്നെ പോകും. കാരണം ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വഖഫ് ബോർഡിന് ആസ്തി പട്ടികയിൽ ഞങ്ങളുടെ സ്ഥലം മാറ്റിയെടുക്കുക, ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നതാണ്. അപ്പോൾ അത് കിട്ടുന്നത് വരെ ഞങ്ങൾ സമരം മുന്നോട്ട് കൊണ്ടുപോകും. ഇനി ഈ വഖഫ് ഭേദഗതി ബില്ല് വന്നിരിക്കുന്നത് കൊണ്ട് അതനുസരിച്ച് ഏത് രീതിയിൽ ഞങ്ങൾക്കത് ഉപയോഗിക്കാൻ സാധിക്കും, ഏത് രീതിയിൽ ഞങ്ങൾക്ക് ഒരു റിലീസ് ഓർഡർ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് പോകും. വിശദാംശങ്ങൾ കൂടി വ്യക്തമാകേണ്ടതുണ്ട് തീർച്ചയായിട്ടും. കാരണം ഇനി ഇപ്പോൾ ബില്ല് വന്നിട്ടുണ്ട്, ഇനി അത് ഏത് രീതിയിൽ ഞങ്ങൾ കോടതിയിൽ പോയി ഇതിന്റെ ബില്ലിന്റെ ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കേസിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ പഠിക്കാനാണ്. ഇതിനിടയിൽ ഒരു ആശങ്ക ഉയരുന്നത് ഇതിനൊരു മുൻകാല പ്രാബല്യമില്ല എന്ന രീതിയിലുള്ള ചില വിമർശനങ്ങൾ അടക്കം ഉണ്ടാകുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു? മുൻകാല പ്രാബല്യം സെക്ഷൻ 2A ഇപ്പോൾ വന്നിട്ടുണ്ട്. അതൊരു ട്രസ്റ്റിന്റെ ഭൂമിയിൽ, സൊസൈറ്റിയുടെ ഭൂമിയിലാണ് വന്നിരിക്കുന്നത്. അതേതായാലും നമ്മൾ കാര്യമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുന്നതായിരിക്കും. ഇത് പൊതുവിൽ പറയുന്നത് ഈ ഒരു സമരം അത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ ഒരു ഇടപെടൽ നടത്തിയത് രാഷ്ട്രീയ പാർട്ടികൾ പലരും ഉണ്ടെങ്കിലും കൂടുതൽ BJPയോട് അടുത്ത് നിൽക്കുക, അല്ലെങ്കിൽ BJP തന്നെയാണ് എന്നതെല്ലാം തന്നെ പറയുന്നുണ്ട്. ഇത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ദിശമാറ്റത്തിന് മുൻപത്തെ അടക്കം ഈ സമരവേദി കാരണമാകുമെന്ന് തോന്നുന്നുണ്ടോ? 2022 മുതൽ ഞങ്ങൾ ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ബാഹ്യമായിട്ട് പുറത്തു വന്നില്ലെങ്കിലും ഞങ്ങൾ പല നേതാക്കളെ കാണുകയും സംസാരിക്കുകയും അവസാനം 2024 ആദ്യമായിട്ടാണ് വഖഫ് ബില്ല് പാർലമെന്റിൽ വന്നതോടുകൂടിയാണ് ഇതിന് കൂടുതലൊരു അറ്റൻഷൻ കിട്ടിയത്. അപ്പോൾ അന്നു മുതൽ ഇന്ന് വരെ കാണുന്ന ഒരു കാര്യം എന്തെങ്കിലും പല കക്ഷികളും ഇവിടെ വന്നു പോയെങ്കിലും ആദ്യമായിട്ടൊരു ബില്ല് നമ്മളെ സഹായിക്കുമെന്നൊരു പ്രതീക്ഷ നമുക്കുണ്ട്. പിന്നെ രണ്ടാമത് ഏതൊരു കക്ഷിയും ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് പരിഹരിക്കാൻ സാധിക്കാനുള്ള എല്ലാ അവസരം ഉണ്ടാക്കുമ്പോഴാണ് ആ കക്ഷിക്കുള്ള പ്രാധാന്യം കൂടുന്നത്. അവിടെയാണ് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്. കാരണം എല്ലാ കക്ഷികളും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണെന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല. 174 ദിവസങ്ങൾ കടന്നു പോകും. ഇനി അടുത്ത ആഴ്ച 6 മാസങ്ങളായിട്ട് ഈ നമ്മുടെ നേതാക്കൾ എന്ത് ചെയ്തു? ഇന്ത്യൻ ജനാധിപത്യത്തിലൊരു ചെറിയൊരു പ്രശ്നം പരിഹരിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അതിപ്പോൾ ഏത് കക്ഷിയാണെങ്കിലും ഞാൻ പറയും, പ്രശ്നം പരിഹരിക്കുക. പാവപ്പെട്ട ആൾക്കാരാണ്, അവരെ നമുക്ക് പറഞ്ഞു പറ്റിക്കാൻ പറ്റുകയില്ല, വഞ്ചിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അവർ പ്രശ്നം പരിഹരിക്കാനായിട്ട് ആര് മുന്നോട്ട് വന്നാലും അവരുടെ കൂടെ ഈ സമൂഹം ഉണ്ടായിരിക്കും. കാരണം ഇവർ ചെയ്യുന്ന വോട്ടെല്ലാം ഇവരെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ജനാധിപത്യത്തിൽ അതാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾക്ക് വേണ്ടി നമ്മുടെ ഭരണകർത്താവും നമ്മുടെ ഭരിക്കുന്നവരും നമ്മുടെ കൂടെ ആയിരിക്കുന്ന എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും ഈ ബില്ല് ഞങ്ങളെ സഹായിക്കും. അതോടൊപ്പം തന്നെ ഇത് ഏത് രീതി ഞങ്ങളെ സഹായിക്കും എന്നുള്ളത് ഈ വരും ദിവസങ്ങളിൽ ഞങ്ങൾ കോടതി കേസുകളിലൂടെ ഞങ്ങൾ കാണാൻ സാധിക്കും. അപ്പുറം പ്രവൃത്തിയിലേക്ക് വന്ന രാഷ്ട്രീയക്കാരെ ജനം തിരിച്ചറിയുമെന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും അത് ഇന്ന് മാത്രമല്ല, എന്നും അങ്ങനെയാണ്. കാരണം നമ്മൾ പറഞ്ഞു പോകാനായിട്ട് എളുപ്പമാണ്, പക്ഷെ പ്രാവർത്തികമാക്കാനായിട്ട് എളുപ്പമല്ല. ഏതൊരു നേതാവും എന്ത് വേണമെങ്കിൽ പറയാൻ സാധിക്കും, പക്ഷെ പ്രാവർത്തികമായിട്ട് അത് ചെയ്യുമ്പോഴാണ് ആ നേതാവിനുള്ള പ്രാധാന്യം കൂടുന്നത്. അപ്പോൾ ഇവിടെയും കാണേണ്ടത് അത് തന്നെയാണ്. ഒരിക്കലും ഈ ഒരു ചെറിയൊരു പ്രശ്നം ഇത്രയും ദിവസം നീണ്ടുപോകേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചവർക്ക് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും, പക്ഷെ അത് നടന്നിട്ടില്ല ഇതുവരെ. ശ്രീജ, വളരെ വ്യക്തമാണ്. നേരത്തെ ശ്രീജ ചോദിച്ചതുപോലെ ചില ചുവരെഴുത്തുകൾ അത് കൃത്യമായിട്ട് തന്നെ വായിക്കപ്പെടുന്നു എന്ന് തന്നെയാണ്. അദ്ദേഹം പള്ളി വികാരി അദ്ദേഹത്തിന്റെ പരിമിതമായ ഒരു സാഹചര്യങ്ങളിൽ നിന്ന് അദ്ദേഹം അത് പറയുകയും ചെയ്തിട്ടുണ്ട്. കാരണം വാക്കിനപ്പുറം പ്രവൃത്തിയിലേക്ക് വന്ന നേതാക്കൾ ആരെല്ലാം തന്നെ ഒപ്പം ഉണ്ടായിരുന്നു എന്നത് ജനം കാണുന്നു, തിരിച്ചറിയുന്നു എന്നതെല്ലാം തന്നെയാണ് അദ്ദേഹം പറയാതെ പറയുന്ന കാര്യങ്ങൾ.